പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് ഞങ്ങളും കണ്ടു. പക്ഷെ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അത് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നുള്ളൊരു രീതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പേപ്പറുകൾ ലീക്ക് ആകാതിരിക്കാൻ അല്ലെങ്കിൽ സിസ്റ്റത്തെ നേരെയാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെയാണ് പ്രശ്നം. കാരണം കോടതിയൊക്കെ വരുന്നത് പ്രശ്നം ഉണ്ടായിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് CJPയുടെ ഇപ്പോഴത്തെ സമരം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് ആവശ്യം. ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന് സോറി മമ്മി പപ്പ എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടി എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തപ്പോൾ അത് ഒരു ചുക്കുമില്ല, ആത്മഹത്യ ഒരു നോം പോലെയാണ് ഷാബു പ്രസാദ് പറഞ്ഞത് എല്ലാ എക്സാമുകളും കഴിയുമ്പോൾ. അത് എത്രമാത്രം ഒരു തകർന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഷാബു തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ആത്മഹത്യയെ ഒരു നോമാക്കി മാറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 20 കുട്ടികളുടെ 1ാം റാങ്കും 2ാം റാങ്കും കിട്ടിയ കുട്ടികൾക്ക് ഒരുപക്ഷെ സന്തോഷവും അവർക്ക് ആ പറഞ്ഞ 1 മാസം കഴിഞ്ഞപ്പോൾ പിന്നീട് എക്സാം എഴുതിയപ്പോൾ ആ എക്സാമിൽ നല്ല മാർക്ക് വന്നിട്ടുണ്ടാകാം. അപ്പോൾ അവർക്ക് അതിൻ്റെതായ സന്തോഷം ഉണ്ടാകാം. പക്ഷേ ഈ പരീക്ഷ എഴുതിയ അത്രയും കുട്ടികൾ ശരിക്കും അവർ വേദനകൾ അനുഭവിച്ചിട്ടായിരിക്കും രണ്ടാമത് എക്സാം എഴുതാൻ പോയിട്ടുണ്ടാവുക. കാരണം അവരുടെ എക്സാം അന്ന് തീരേണ്ടതായിരുന്നു, അത് തീർന്നില്ല. അതിനിടയിൽ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഇവിടെ ജന്തർ മന്ദറിൽ വന്നിട്ടുണ്ടെങ്കിൽ 1ാം റാങ്കും 2ാം റാങ്കും കിട്ടിയവരോട് ഷാബു സംസാരിച്ചു. എന്നാൽ ഇവിടെ അവരുടെ മരിച്ചുപോയ കുട്ടികളുടെ മാതാപിതാക്കൾ ഇവിടെ ജന്തർ മന്ദറിലുണ്ട്. അവരോടും അവരുടെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അവരോടൊന്ന് ഷാബു സംസാരിക്കണം. അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അവരുടെ വിഷമം, അവരുടെ കുടുംബത്തിന് എന്താണ് നഷ്ടപ്പെട്ടത്. അത് 1ാം റാങ്കും 2ാം റാങ്കും കിട്ടിയ കുട്ടിയുടെ സന്തോഷമായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുക? പഠിക്കുന്നവർ പഠിക്കും, അത് ശരിയാണ്, അവർ എവിടെ ഇരുന്നാലും പഠിക്കും. അവരുടെ കൂടെ ഇന്ന് നമ്മൾ ഇവിടെ ജന്തർ മന്ദറിൽ ഇന്നലത്തെക്കാളും കൂടുതൽ ക്രൗഡ് ഇന്ന് ഇവിടെ ജന്തർ മന്ദറിലുണ്ട്. ഈ പറഞ്ഞ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലെ 16 മെട്രോ സ്റ്റേഷനാണ് അടച്ചത്, ഇന്ന് 17 മെട്രോ സ്റ്റേഷനായി. അപ്പോൾ എൻ്റെ അറിവിൽ 17 എണ്ണം ഇന്ന് അടച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതലാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിനർത്ഥം ഈ സർക്കാർ പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ വിദ്യാർത്ഥികളുടെ സമരത്തെ പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം ജന്തർ മന്ദറിൽ പരിസരങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജന്തർ മന്ദറിൽ മാത്രമല്ല സംസാരം നടക്കുന്നത്. ഷാബു വന്നിട്ടുണ്ടെങ്കിൽ ഷാബുവിന് കാണിച്ചു തരാം. ജന്തർ മന്ദറിൻ്റെ അപ്പുറത്തുള്ള എല്ലാ റോഡുകളിലും ടോൾസ്റ്റോയ് മാർഗ് ഒരു 1.5 കിലോമീറ്റർ നീളമുണ്ട്. അവിടെ ഫുൾ പ്രൊട്ടസ്റ്റേഴ്സാണ്. പല തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, പ്രൊട്ടസ്റ്റിൻ്റെ രീതിയെല്ലാം മാറി. അത് ഫണ്ണ്, സർക്കാസം, പലതരത്തിലുള്ള കോമഡികൾ, പുതിയ സിനിമകൾ കണക്ട് ചെയ്തതുകൊണ്ട് പലതരത്തിലുള്ള ജെൻസി യുവജനങ്ങളും വിദ്യാർത്ഥികളൊക്കെ ഒരു 5 or 6 പേര് കൂടിയിരിക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യുന്നു, എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ മെസ്സേജസ് കൺവേ ചെയ്യുന്നു, അതെല്ലാം അവിടെ വിസിബിളായിട്ട് വന്നിരിക്കുന്നത്. ഒരു ക്രിയേറ്റിവിറ്റിയുടെ തന്നെ ഒരു ഹബ്ബായിട്ട് ജന്തർ മന്ദറിനും അതിൻ്റെ പരിസര പ്രദേശങ്ങളും മാറിയിട്ടുണ്ട്. ജന്തർ മന്ദറിൻ്റെ കോർ ഏരിയയിൽ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പഴയ പോലെ തന്നെ അവിടെ വേദിയിൽ നേതാക്കളും അവിടെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തുന്നവരും വേദിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതെല്ലാം നല്ല കാര്യം. അവിടെ ഒരുപാട് എസ്പെഷ്യലി ലെഫ്റ്റിൻ്റെ പ്രവർത്തകർ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. SFIയുടെയും ഐസിയുടെ നെഹയുടെ ഒക്കെ നിരാഹാരം ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. നെഹയൊക്കെ ഞാൻ നിന്ന് കണ്ടു. പക്ഷേ ഒരുപാട് തളർന്നു പോയിട്ടുണ്ട് അവരുടെയൊക്കെ നിരാഹാരം, അവരുടെ ശരീരം. അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പുറത്ത് ടോൾസ്റ്റോയ് മാർഗിൽ ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ, യങ്സ്റ്റേഴ്സ് അങ്ങോട്ട് കൈയടക്കി വെച്ചിരിക്കുകയാണ്. അത് ജൻപത് മുതൽ ഇങ്ങേ അറ്റത്ത് സൻസദ് മാർഗ് വരെ നീണ്ട് നിൽക്കുകയാണ്. ആയിരക്കണക്കിന് പേരാണ്. അവിടേക്ക് കയറാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഒരു ഭയമുണ്ട്. ഞാനിപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴും ഭയമുണ്ട്. കാരണം ഒരു സെക്കൻഡിൽ ഒരു 100-300 പേരൊക്കെയാണ് ആ ഒരു ഗ്രേറ്റിൽ നിന്ന് തന്നെ പുറത്തോട്ട് കയറുന്നത്. പക്ഷേ ജന്തർ മന്ദറിൻ്റെ ആ കോർ ഏരിയയിലോട്ട് കയറുന്നിടത്തൊക്കെ ഭയങ്കര റഷാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിക്കും തിരക്കൊക്കെ വന്നിട്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് തന്നെ എനിക്കൊരു പേടി ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അതിന് ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു.